എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ദിവസം കർത്താവിൽ ബലപ്പെടാൻ ഇനിയും കർത്താവ് നമ്മെ ജീസസ് എവരിഡേയിലേക്ക് പ്രഭാതത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളൊരു അബദ്ധത്തിൽ ഈ പ്രോഗ്രാം ഓൺ ചെയ്തതല്ല. നിങ്ങളോടുള്ള സന്ദേശം ഇത് തുടരെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് എനിക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകും. യേശു കൃപ തരട്ടെ. 3 കാര്യങ്ങൾ നമ്മെ നിയന്ത്രിക്കരുത്. 1, നമ്മുടെ ഇന്നലെകൾ. 2, പണം. 3, മറ്റുള്ളവർ. ഈ 3 നിയന്ത്രിക്കുന്ന വ്യക്തി ഒരു പരാജയമാണ്. 1, ഇന്നലെകൾ. ഇന്നലെകൾ ഞാനൊരു പരാജയമായല്ലോ, ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിയല്ലോ, ഇന്നലകളിൽ ഞാൻ ചെയ്ത തെറ്റുകൾ. ഇത് ഉള്ളിൽ കിടന്ന് ഇന്നലകളിൽ ചെയ്തതും ഇന്നലകളിൽ പറ്റിയതും ഇന്നലകളിൽ പറ്റിയ ചതിയും നിങ്ങളെ മാറാരോഗിയാക്കാം, തളർവാദ രോഗിയാക്കാം. ഇന്നലകളുടെ വിഷമങ്ങൾ. അതായത് ഒരു വശം തളർന്ന ഒരു സ്ത്രീ ഒരിക്കൽ ഡോക്ടർ യോങ്കിച്ചോയെ, കൊറിയയിലെ ഒരു വലിയ പാസ്റ്ററായിരുന്നു, അദ്ദേഹത്തെ കാണാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ 4th ഡൈമെൻഷൻ എന്ന പുസ്തകത്തിലുള്ളതാണ്. ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ചതിയനാണ്, എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചു, വേറെ പെണ്ണിൻ്റെ കൂടെ പോയി, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇന്ന് ജീവിക്കുന്നു. ഡോക്ടർ ചോ പറഞ്ഞു, അദ്ദേഹം ഏതായാലും പോയി, എന്നാൽ നിങ്ങൾ അദ്ദേഹത്തോടുള്ള പകയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അസുഖം മാറണമെങ്കിൽ, ഈ തളർവാദം മാറണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കുന്നത് നിർത്തുക, അനുകരിക്കാൻ തുടങ്ങുക. ആദ്യ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് പറ്റുന്ന കാര്യമല്ല. യോങ്കിച്ചോയുടെ നിർബന്ധം കൊണ്ട് ആ സ്ത്രീ പല്ല് കടിച്ചു പിടിച്ചിട്ട് എൻ്റെ കെട്ടിയാനെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ടല്ലെങ്കിലും അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഒരു മാസത്തിനുള്ളിൽ, എനിക്ക് തോന്നുന്നു 1 മാസത്തിനുള്ളിൽ ആ സ്ത്രീ സൗഖ്യമായി. ഇന്നലകളിലെ കയ്പ് നമ്മെ നശിപ്പിക്കാം. അതുകൊണ്ട് അതിനെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുന്നത്, കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. ഇന്നലകൾ നമുക്ക് കയ്പാകരുത്. അപ്പോൾ ഇന്നലകൾ നമ്മെ നിയന്ത്രിക്കരുത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മെ ഇനി ഒരിക്കലും നിയന്ത്രിക്കരുത്. പണ്ടുള്ളതിനെ ഓർക്കരുത്. 2, പണം ഒരു ദുഷ്ട യജമാനനാണ്, എന്നാൽ പണം ഒരു നല്ല ദാസനാണ്. പണത്തെ നമ്മൾ നിയന്ത്രിക്കണം, പണം നമ്മെ നിയന്ത്രിക്കരുത്. പണക്കാരനാകരുത്, സമ്പന്നനാകണം. പണക്കാരൻ ആർക്കും കൊടുക്കൂല. പണക്കാരൻ ഇങ്ങനെ ഇട്ട് അവനും തിന്നൂല, അങ്ങനെ കടന്ന് ചത്തുപോകും. അവന് ഷുഗറും കൊളസ്ട്രോളും പിടിച്ച് ചാകും. ഇവനൊരു നല്ല ഉടുപ്പ് കൊടുക്കൂല, നല്ലൊരു വീടും വെക്കത്തില്ല, ദാരിദ്ര്യം പിടിച്ച് പണക്കാരൻ ചാകും. സമ്പന്നൻ വാരി എറിഞ്ഞിട്ടും അവൻ വർദ്ധിച്ചു വരും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബെല്ലാം സമ്പന്നരാണ്. യേശു സമ്പന്നനായിരുന്നു, വാരി കൊടുത്തിട്ടും തീരാത്തവനായിരുന്നു. 5 അപ്പമൊക്കെ കൈ കിട്ടിയ വർദ്ധിപ്പിക്കുകയാണ്. അതാണ് സമ്പന്നൻ. പൗലോസ് സമ്പന്നനായിരുന്നു. ജാതികളെ, രാജ്യങ്ങളെ ഉണർത്താനുള്ള സമ്പത്ത് തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ സമ്പന്നത നമ്മുടേത്. പണം നമ്മെ നിയന്ത്രിക്കരുത്, നാം പണത്തെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നവർക്ക് എത്ര വേണമെങ്കിലും ആർക്കും ഒക്കെ ജ്ഞാനത്തോടെ കൊടുക്കാൻ കഴിയും. ദൈവവേല കൊടുക്കാത്ത ആൾക്കാരുണ്ട്, ദേശാംശം കൊടുക്കാത്തവർ. കാരണം എന്താണ്? അവരെ കൺട്രോൾ ചെയ്യുന്നത് പണമാണ്. അത് കൊടുത്താൽ തീർന്നു പോകുന്നതാണ്. സമ്പന്നൻ 3-1 കൊടുക്കും, ധനവാൻ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. ഒരാൾക്കൊരു ചായ പോലും മേടിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ ഉണ്ടാക്കിയതാണ് അവൻ. മുഴുവനും സേവിങ്സ് ആണ്, സേവിങ്സ്. അടുത്തതാണ് മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നു. ഭാര്യ കൺട്രോൾ ചെയ്യുന്ന, അമ്മ കൺട്രോൾ ചെയ്യുന്ന, കല്യാണം കഴിച്ചു വിട്ട പെണ്ണിനെ ഇപ്പോഴും ദൂരെ ഇരുന്ന്, നാട്ടിലിരുന്ന് അമേരിക്കയിലെ മോളെ കൺട്രോൾ ചെയ്യുന്ന അമ്മ. മറ്റുള്ളവർ നമ്മെ കൺട്രോൾ ചെയ്യരുത്. അപ്പനും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്ന് അവരൊന്നാണ്. ഈ കല്യാണം കഴിച്ചിട്ട് മക്കളെ കൺട്രോൾ ചെയ്യുന്ന തള്ളെ, അത് അവസാനിപ്പിക്കുക. അവരുടെ കുടുംബജീവിതം തകർക്കല്ലേ. ആരോടോ അങ്ങനെ പറയേണ്ടി വന്നു.
പുരുഷന്മാർ അത്രയും ഇതിൽ പോകില്ല. ഈ അമ്മമാർ കുത്തിയിരുന്നു, മോളെ നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര്, അവനെ കളഞ്ഞേച്ച് പോര്. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ വളരെ ദോഷമാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ നമ്മെ കൺട്രോൾ ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ 3 കാര്യങ്ങൾ നമ്മെ കൺട്രോൾ ചെയ്യരുത്. 1 നമ്മുടെ ഇന്നലകൾ, 2 പണം, 3 മറ്റുള്ളവർ. ആരും നമ്മെ കൺട്രോൾ ചെയ്യരുത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും നമ്മെ വഴി നടത്തുമെന്നാണ്. ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ സംസാരിച്ചതാണ്. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക്, ഇതാവശ്യമുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. കാരണം അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സന്ദേശങ്ങൾ ഒത്തിരി പേർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. നമുക്ക് റോമാ ലേഖനത്തിലോട്ട് വരാം. 11:12. അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. അതിൻ്റെ അർത്ഥം, യേശുവിനെ യഹൂദൻ തള്ളി ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ റോമാക്കാർ യേശുവിനെ ക്രൂശിച്ചു. കാരണം യഹൂദൻ തള്ളിയത് കൊണ്ടാണ്. അവനെ ഞങ്ങൾക്ക് വേണ്ട, യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ ഞങ്ങൾക്ക് തരിക, കുലപാതകനെ വിട്ടു തരിക, നല്ലവനെ, നീതിമാനായവനെ. അതാണ് പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗം. നിങ്ങൾ തള്ളിയവൻ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്, മൂലക്കല്ല്, വിലയേറിയ കല്ല്, പ്രധാന കല്ല്, ജീവനുള്ള കല്ല് ആയി. ഏറ്റവും വിലയേറിയത് യഹൂദൻ തള്ളിക്കളഞ്ഞു. അത് മൂലക്കല്ലായി മാറി, ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറി. യേശു മൂലക്കല്ലാണ്, തള്ളിക്കളഞ്ഞത്. അപ്പോൾ മൂലക്കല്ലെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ വീട് പണിക്ക് ആദ്യം വെക്കുന്ന കല്ലിനെയാണ് മൂലക്കല്ലെന്ന് പറയുന്നത്. എന്നാൽ യഹൂദൻ്റെ വീട് പണിക്ക് അവസാനം വെക്കുന്ന കല്ലിനെ മൂലക്കല്ലെന്ന് പറയും. അതായത് പണിത് ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്ന കല്ല്. എല്ലാ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് പണിത് ഏറ്റവും മുകളിൽ വെക്കുന്നൊരു, പോയിന്റ് ചെയ്ത് വെക്കുന്നൊരു കല്ലുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഈ കല്ല് പണിക്കാരെടുക്കുമ്പോൾ തട്ടിക്കളയും. എന്നാൽ അവസാനം വന്നപ്പോൾ വേറെ ഒരു കല്ലും മാച്ചാകുന്നില്ല, ഈ കല്ലെടുത്ത് വെക്കേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം, യഹൂദൻ ആദ്യം തള്ളിയെങ്കിലും ഒടുവിൽ കൊണ്ടുവന്ന് ഏറ്റവും പ്രധാന കല്ലായിട്ട് വെക്കേണ്ടി വരും. ഇതാണ് വെളിപ്പാട്. വീട് പണിയുന്നവർ ആദ്യത്തെ കല്ലായിട്ട് എടുത്തില്ല, ഇടക്കുള്ള കല്ലായിട്ടും എടുത്തില്ല. എന്നാൽ ഒടുവിൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും, മശിഹായേ എന്ന് വിളിക്കേണ്ടി വരും. ഈ കല്ലിനെ അവർ തിരഞ്ഞെടുക്കേണ്ടി വരും, കുത്തിയവങ്കിലേക്ക് നോക്കേണ്ടി വരും. തള്ളിക്കളഞ്ഞ കല്ല് അവർ തിരിച്ചെടുത്ത് അവരുടെ പ്രധാന കല്ലാക്കേണ്ടി വരും. ഇത് കേൾക്കുന്ന പലരും അറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും തള്ളിക്കളഞ്ഞ അതേ കല്ലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പണിക്ക് വേണ്ടിയുള്ള പ്രധാന കല്ലെന്ന് ഇത് കേൾക്കുന്ന, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ചിലരോട് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കൂടാതെ ഒരു പണിയും നടക്കത്തില്ല. നിങ്ങളുടെ വീട് പണിയണമോ? നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ പിള്ളേരും കൂടി ആയാൽ വീടാകുമോ? ഇല്ല. നിങ്ങളുടെ വീട് മനോഹരമായ ഒരു മഹത്വമേറിയ ഭവനമാകണമെങ്കിൽ യേശു നിങ്ങളുടെ വീടിൻ്റെ മൂലക്കല്ലായിരിക്കണം. അത് ഏറ്റവും അടിയിലായി പോകരുത്, അത് ഏറ്റവും മുകളിൽ വരണം. ഏറ്റവും പ്രധാനപ്പെട്ട കല്ലായി മാറണം. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കും. നിങ്ങളുടെ കുടുംബജീവിതം വിജയകരമാകണമെങ്കിൽ പ്രധാനപ്പെട്ട കല്ല് ആ വീട്ടിൽ ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും മുകളിൽ, ഏറ്റവും പ്രധാന ഭാഗത്ത് യേശു വരണം. നിങ്ങളെക്കാൾ മുകളിൽ. ഒരു വീട്ടിൽ ഭർത്താവല്ല ഏറ്റവും മുകളിൽ, ഭാര്യയാണ് ചില വീട്ടിൽ. ഒരിക്കൽ ഒരു ഭർത്താവ് പറഞ്ഞു, ഞാനാണ് ഈ വീട്ടിലെ തല. ഭാര്യ പറഞ്ഞു, സമ്മതിച്ചു, എന്നാൽ ഞാനാണ് കഴുത്ത്. ഞാൻ പറയുന്നിടത്തേട്ടെ നിങ്ങൾ തിരിയൂ. നിങ്ങൾ തലയൊക്കെയാണ്, പക്ഷെ ഞാൻ കഴുത്താ. അപ്പൊ കഴുത്തിനാണ് ഈ ആഭരണം മുഴുവനായി അണിയുന്നത്. അതുകൊണ്ടാണ് സഹോദരി പറഞ്ഞത്, ഞാൻ കഴുത്താ, അതുകൊണ്ടല്ലേ ആഭരണം എന്നെ അണിയുന്നത്. കഴുത്തിലാണല്ലോ മുഴുവനും കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നത്. അപ്പൊ ഞാനാ കഴുത്ത്.
ഞാൻ പറയുന്നിടത്തോട്ട് തിരിയണം. ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യയായിട്ട് വഴക്കായി ഏറ്റവും ഒടുവിൽ അടിയാവുമ്പോൾ സാധാരണ ഭർത്താവ് ഓടുമായിരുന്നു. ഈ പ്രാവശ്യം ഭർത്താവിന് ഓടാൻ പറ്റിയില്ല. കാരണം ഭാര്യ വാതുക്കെ നിൽക്കുകയായിരുന്നു ചപ്പാത്തി കോലായിട്ട്. അദ്ദേഹം ഓടി കട്ടിലിൻ്റെ അടിയിൽ കയറി. ഭാര്യ പറഞ്ഞു, ഇറങ്ങു മനുഷ്യ, ഇറങ്ങാൻ. തന്നോട് ഇറങ്ങാനാ പറഞ്ഞത്. അപ്പോൾ വലിയ കട്ടിലിൻ്റെ അടിയിലോട്ട് ഭാര്യയ്ക്ക് കയറാൻ പറ്റുന്നില്ല, ഇത്തിരി വണ്ണം കൂടുതലാണ്. കാരണം പിള്ളേരുടെ ബാക്കി മുഴുവൻ തിന്ന് അങ്ങനെയായി പോയതാ. ഇറങ്ങു മനുഷ്യ, ചപ്പാത്തി കോലായിട്ട്. അപ്പോൾ ഭർത്താവ് കട്ടിലിൻ്റെ അടിയിൽ കിടന്ന് പറഞ്ഞെന്നാ പറയുന്നത്, ഞാനാണ് ഈ വീട്ടിലെ തല, ഞാനാണ് തീരുമാനിക്കുന്നത് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പുറത്ത് വരണോ വേണ്ടയോ. ഇതുപോലെ ഞാനാണ് തല, ഞാനാണ് കഴുത്ത്, ഇതിലൊന്നൊരു കാര്യമില്ല. ചിലർ ഭയങ്കര വാശിയാണ്. വീട്ടിൽ ഭയങ്കര, ഈ ഉദാഹരണങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ പ്രയോജനപ്പെടും. ഒരിക്കലൊരു ഭർത്താവ് പറഞ്ഞു, ഞാൻ വീട്ടിൽ ഒരു പശുവിനെ മേടിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞാനാണ് കൊമ്പെ പിടിക്കുന്നയാൾ. ഭാര്യ ഓടിച്ചെന്ന് പറഞ്ഞു, ഞാനാണ് വാലെ പിടിക്കുന്നയാൾ. അപ്പം അയൽവാസി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൊമ്പയിലും വാലയിലും പിടിച്ചോ, ഞാനെന്നാൽ ഈ പശുവിൻ്റെ പാല് കറന്ന് കുടിക്കുകയെന്ന്. ഇപ്പോൾ കൊമ്പയിലും വാലയിലും രണ്ടുപേര് പിടിച്ചപ്പോൾ നാട്ടുകാർക്ക് കറന്നു കുടിക്കാൻ സൗകര്യമായി. വീട്ടിലെ വഴക്ക് നാട്ടുകാർക്ക് ചിരിക്കാനും നാട്ടുകാർക്ക് ആസ്വദിക്കാനും കാരണമായി. കൊമ്പയിൽ പിടുത്തവും വാലയിൽ പിടുത്തവും കളഞ്ഞിട്ട് ക്രിസ്തുവിനെ തലയാക്കി വെക്ക്. ക്രിസ്തു തല, പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. ഈ ഓർഡറിലോട്ട് വീടുകൾ വന്നില്ലെങ്കിൽ വീടുകൾ പരാജയപ്പെട്ടു. നമ്മൾ വായിച്ച വാക്യം, എന്നാൽ അവരുടെ ലംഘന ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നത്, യഹൂദൻ യഥാസ്ഥാനപ്പെടണമെങ്കിൽ ക്രിസ്തുവിന് യഥാസ്ഥാനം കൊടുക്കണം. യേശുവിനെ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുമ്പോൾ ഇവരുടെ സ്ഥാനം കറക്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ യേശുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നത് എന്നാണോ അന്ന് മുതൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥാനം, നിങ്ങളുടെ ആത്മീക സ്ഥാനം, ഭർത്താവിന് ലഭിക്കേണ്ട ബഹുമാനം, ഭാര്യയ്ക്ക് ലഭിക്കേണ്ട എന്നെ എൻ്റെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല, നീ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുക, ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുക. നിന്റെ സ്ഥാനത്ത് നീ സുരക്ഷിതയാകും, സമൃദ്ധിയുള്ളതാകും. അല്ലാതെ ചർച്ചയിൽ കൊണ്ടുവന്ന് കുറേ പ്രാർത്ഥന വിഷയം എഴുതി തന്ന് പ്രാർത്ഥിക്കണേ എൻ്റെ ഭർത്താവ് നന്നാകണം, ചുമ്മാ എന്തിനാ എഴുതി? അതിനേക്കാൾ നല്ലൊരു കാര്യം എഴുതിത്താ, പ്രാർത്ഥിക്കണേ കർത്താവ് ഒന്ന് മാനസാന്തരപ്പെടാൻ, സ്വർഗത്തിലെ ദൈവം മാനസാന്തരപ്പെടാൻ. അതുപോലെയാണത്. നീ ദൈവത്തെ നന്നാക്കാൻ നോക്കിയാണോ? പിശാചിനെ നന്നാക്കാൻ നോക്കിയാണ്? നീ അങ്ങോട്ട് നന്നാകുക. നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കുമ്പോൾ, കർത്താവിന് കൊടുക്കേണ്ട, ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുമ്പോൾ നിന്റെ സ്ഥാനം ബ്ലെസ്സിങ് ആവും. കുഞ്ഞുങ്ങളൊക്കെ കറക്റ്റ് ആവുമെന്നേ, കുഞ്ഞുങ്ങളൊക്കെ അനുസരിക്കും. ഒരു ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുമ്പോൾ, ഭർത്താവ് കർത്താവിനെ ബഹുമാനിക്കുമ്പോൾ, താഴെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇത് കണ്ടിട്ട് ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറുമെന്ന്. ആർക്കൊക്കെയോ ഇന്നത്തെ ഈ സന്ദേശം പ്രയോജനം ചെയ്യും. ആശ്രയിക്കുക, ക്രിസ്തുവിനെ മൂലക്കല്ലാക്കുക, എല്ലാം അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ കുടുംബങ്ങളിൽ യഥാസ്ഥാനങ്ങളുണ്ടാകട്ടെ. ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ അവരുടെ ഓർഡറിൽ വരട്ടെ. ഏറ്റവും മുകളിൽ യേശു എന്ന മൂലക്കല്ല് വരട്ടെ. വീടുകൾ അഭിവൃദ്ധിയുള്ളതായി മാറട്ടെ. യഥാസ്ഥാപനം, യേശു യഥാസ്ഥാനത്ത് വരുമ്പോൾ ബാക്കി എല്ലാ യഥാസ്ഥാനമാകുമല്ലോ. ഈ സത്യങ്ങളിലേക്ക് ഓരോ കുടുംബങ്ങൾ വരട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങളും വിടുതലുകളും ഉയർച്ചകളും സമൃദ്ധിയും നന്മകളും ഐശ്വര്യവും സമാധാനവും ആഘോഷങ്ങളും ഈ വീടുകളിൽ യേശു ക്രിസ്തു മുഖാന്തരം, ആ മൂലക്കല്ല് മുഖാന്തരം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഒത്തിരി വിടുതൽ നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ ഉണ്ട്. പ്രാപിക്കുക, ബലപ്പെടുക,
മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നാളെ നമുക്ക് ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. യേശുനാ 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 की जय. യേശുനാ 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 की चाहे तुमको दिल से गाएगी मिलके तेरा नाम यीशु नाम की जय. चाहे तुमको दिल से गाएगी मिलके तेरे नाम यीशु नाम की जय. जिस नाम में है जिंदगी वो नाम है यीशु मसीह. जिस नाम में है बंदगी वो नाम है यीशु मसीह. यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम की जय. यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम की जय. यीशु नाम में मिलती है क्षमा. यीशु नाम में मिलती है शिफा. यीशु नाम में मिलती है कृपा. यीशु नाम में करुणा दुआ. यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु ചേർന്ന് യേശു അങ്ങയുടെ നാമം ഉയരട്ടെ. യേശു നാം യേശു നാം യേശു നാം യേശു നാം യേശു നാം യേശു നാം की जय. യേശു നാം യേശു നാം യേശു നാം യേശു നാം യേശു നാം യേശു നാം की जय. യേശു നാം യേശു നാം യേശു നാം ഓരാ ബസക്കരെ മെതേരെ കെ തോരാ സിയാതരെ ഓ की जय. യേശു നാം 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 की जय. യേശു നാം യേശു നാം യേശു നാം യേശു നാം യേശു നാം യേശു നാം की जय. जिस नाम में है बंदगी वो नाम है यीशु